പൂതത്തിൽ തൊമ്മിയച്ചൻ. അഭിവന്യ പൂതത്തിൽ തൊമ്മിയച്ചനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹം തീരുമാനിക്കുകയും ആ തീരുമാനം അഭിവന്യ പിതാവിനെ അറിയിക്കുകയും പിതാവിന്റെ സമ്മതത്തോടുകൂടി പോസ്റ്റുലേറ്ററായിട്ട് എന്നെ നിയമിക്കുകയും ചെയ്തു. എന്നെ നിയമിച്ചതിനു ശേഷം ഞാൻ പൂതത്തിൽ തൊമ്മിയച്ചന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും ജീവിത വിശുദ്ധിയെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുവാനുമൊക്കെ ശ്രമിച്ചു. ആ ശ്രമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ കുറിച്ച് ഉള്ള ഒരു റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി അഭിവന്യ പിതാവിന് സമർപ്പിച്ചു. അത് സമർപ്പിച്ചതിനു ശേഷം അഭിവന്യ പിതാവ് സീറോ മലബാർ സഭയുടെ സിനഡിന് അംഗീകാരത്തിനായിട്ട് ഈ റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപത്തോടുകൂടി സമർപ്പിക്കുകയും സിനഡ് അത് പാസാക്കി തരികയും അതിനുശേഷം റോമിൽ അയച്ച് റോമിന്റെ അനുവാദം വാങ്ങിക്കുകയും ചെയ്തു. ഞാൻ കൊടുത്ത അപേക്ഷയിൽ പൂതത്തിൽ തൊമ്മിയച്ചന്റെ സമഗ്രമായ ഒരു ജീവിതം, വിശുദ്ധി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കൈപ്പുഴയിൽ സെന്റ് തോമസ് അസൈലവും സെന്റ് ജോസഫ് സന്യാസ സമൂഹവും സ്ഥാപിച്ച പുണ്യപുരോഹിതനായിരുന്നു പൂതത്തിൽ ബഹുമാനപ്പെട്ട തൊമ്മിയച്ചൻ. ആഴമേറിയ അറിവും വിശ്വാസവും ആധ്യാത്മിക ദർശനവും അദ്ദേഹത്തിന്റെ വിശുദ്ധിക്ക് മാറ്റുകൂട്ടുന്നു. ശാരീരിക മാനസിക വൈകല്യമുള്ളവരോട് കാരുണ്യവും സ്നേഹവും ബഹുമാനവും പുലർത്തിയ പൂതത്തിൽ തോമസ് അച്ചൻ ഇവരുടെ സമഗ്ര വികാസത്തിനായി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പുറത്ത് പ്രവർത്തന നിരതനാവുകയും ചെയ്ത വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട തൊമ്മിയച്ചൻ കോട്ടയം ജില്ലയിൽ നീണ്ടൂർ ഇടവകയിൽ പൂതത്തിൽ തറവാട്ടിൽ ഇട്ടിക്കുഞ്ഞിന്റെയും കിടങ്ങൂർ കടുതോടിൽ നൈത്തിയുടെയും 7 മക്കളിൽ രണ്ടാമത്തെ മകനായി 1871 ഒക്ടോബർ 24 ജനിച്ചു. മാതാപിതാക്കളുടെ വിശ്വാസ തീഷ്ണതയും കുടുംബത്തിൽപ്പെട്ട വൈദികരുടെ മാതൃകയും തോമസിനെ ബാലനായിരിക്കെ തന്നെ വൈദിക വൃത്തിയിലേക്ക് താൽപര്യമുള്ളവനാക്കി. തൃശ്ശിനാപ്പള്ളിയിലെ വിദ്യാഭ്യാസ കാലത്ത് ഈശോ സഭാ വൈദികരുമായുള്ള അടുപ്പവും ഈ താൽപര്യം വർദ്ധിക്കാനിടയാക്കി. 16 വയസ്സിൽ തന്നെ 1887 സെപ്റ്റംബർ 21 അദ്ദേഹം വരാപ്പുഴ പുത്തൻപള്ളി സെമിനാരിയിൽ ചേർന്നു. 1 വർഷത്തിനു ശേഷം ബ്രഹ്മമംഗലം മൈനർ സെമിനാരിയിലും പിന്നെ പുത്തൻപള്ളി മേജർ സെമിനാരിയിലും പഠനം തുടർന്നു. 1897 ഡിസംബർ 28 തന്റെ ബന്ധുവും മാർഗനിർദ്ദേശകനുമായ മാർ മാത്യു മാക്കിയിൽ പിതാവിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു.